ഇന്നത്തെ കഥ. സ്വപ്നങ്ങളിലേക്കുള്ള ദൂരം. മാധവൻ ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ചുവളർന്ന ഒരു യുവാവായിരുന്നു. ചെറുപ്പം മുതലേ അവന് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ലോകം അറിയുന്ന ഒരു ചിത്രകാരനാകണം എന്നതായിരുന്നു അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്നാൽ അവന്റെ സാഹചര്യങ്ങൾ അതിന് ഒട്ടും അനുകൂലമായിരുന്നില്ല. ദാരിദ്ര്യവും ചിത്രകലയെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു ചുറ്റുപാടുമായിരുന്നു അവൻ ഉണ്ടായിരുന്നത്. സ്കൂൾ പഠനത്തിനു ശേഷം ഉപരിപഠനത്തിന് പണം കണ്ടെത്താൻ മാധവന് കഴിഞ്ഞില്ല. കൂലിപ്പണി ചെയ്തും മറ്റു ചെറിയ ജോലികൾ ചെയ്തുമാണ് അവൻ ജീവിച്ചത്. കിട്ടുന്ന ഒഴിവുസമയങ്ങളിൽ അവൻ കരിയില കൊണ്ടും മണ്ണുകൊണ്ടുമെല്ലാം ചിത്രങ്ങൾ വരച്ചു. അവന്റെ മനസ്സിലെ വർണ്ണങ്ങൾ ക്യാൻവാസിലേക്ക് പകർത്താൻ അവന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ഒരു ദിവസം നാട്ടിലെ ഒരു ചെറിയ ചായക്കടയുടെ ചുവരിൽ അവൻ വരച്ച ചിത്രം ഒരാൾ ശ്രദ്ധിച്ചു. അത് അവിടുത്തെ ഒരു പ്രാദേശിക പത്രത്തിന്റെ ഫോട്ടോഗ്രാഫറായിരുന്നു. അദ്ദേഹത്തിന് മാധവന്റെ കഴിവ് മനസ്സിലായി. അദ്ദേഹം മാധവനെ പരിചയപ്പെടുകയും അവന്റെ ചിത്രങ്ങൾ പത്രത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അത് മാധവന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി. പത്രത്തിലെ വാർത്ത കണ്ട ചിലർ അവനെ പ്രോത്സാഹിപ്പിക്കുകയും ചെറിയ സഹായങ്ങൾ നൽകുകയും ചെയ്തു. അങ്ങനെ അവൻ കുറച്ചു പണം സ്വരൂപിച്ച് അടുത്തുള്ള ഒരു ചെറിയ ആർട്ട് സ്കൂളിൽ ചേർന്നു. അവിടെ അവന് ചിത്രകലയുടെ അടിസ്ഥാന പാഠങ്ങൾ പഠിക്കാൻ സാധിച്ചു. എന്നാൽ പ്രതിസന്ധികൾ അവിടെയും തീർന്നില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പഠനം പാതിവഴിയിൽ നിർത്തേണ്ട അവസ്ഥ വന്നു. എങ്കിലും മാധവൻ തളർന്നില്ല. പകൽ സമയങ്ങളിൽ ജോലി ചെയ്യുകയും രാത്രികളിൽ കിട്ടുന്ന സമയം മുഴുവൻ ചിത്രരചനയ്ക്കായി മാറ്റിവെക്കുകയും ചെയ്തു. പലപ്പോഴും വിശപ്പും ഉറക്കമില്ലായ്മയും അവനെ തളർത്തി. അതിനിടയിൽ അവൻ ധാരാളം വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു. ഇതൊന്നും നിനക്ക് പറ്റിയ പണിയല്ല, സമയം കളയരുത് എന്നെല്ലാം പലരും അവനോട് പറഞ്ഞു. പക്ഷേ തന്റെ സ്വപ്നത്തിലുള്ള വിശ്വാസം അവനെ മുന്നോട്ട് നയിച്ചു. വർഷങ്ങൾ കടന്നുപോയി. മാധവൻ തന്റെ കഴിവുകൾ കൂടുതൽ മെച്ചപ്പെടുത്തി. ചെറിയ ചെറിയ ചിത്രകലാ പ്രദർശനങ്ങൾ അവൻ നാട്ടിൽ നടത്തി. ആദ്യമൊന്നും കാര്യമായ ശ്രദ്ധ ലഭിച്ചില്ലെങ്കിലും അവൻ ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം കൊച്ചിയിൽ ഒരു പ്രമുഖ ആർട്ട് ഗാലറിയിൽ ചിത്രകലാ പ്രദർശനം നടക്കുന്നുണ്ടായിരുന്നു. തന്റെ കുറച്ച് ചിത്രങ്ങളുമായി മാധവൻ അങ്ങോട്ട് പോയി. അവിടെ വെച്ച് പ്രശസ്തനായ ഒരു ചിത്രകാരൻ അവന്റെ വർണ്ണങ്ങളിലെ തനിമയും കരവിരുതും തിരിച്ചറിഞ്ഞു. അദ്ദേഹം മാധവനെ പ്രോത്സാഹിപ്പിക്കുകയും തന്റെ ഗാലറിയിൽ ഒരു പ്രദർശനം നടത്താൻ അവസരം നൽകുകയും ചെയ്തു. ആ പ്രദർശനം മാധവന്റെ ജീവിതം മാറ്റിമറിച്ചു. അവന്റെ ചിത്രങ്ങൾ വിറ്റുപോവുകയും അവന് ധാരാളം ആരാധകരുണ്ടാവുകയും ചെയ്തു. ദാരിദ്ര്യത്തിൽ നിന്നും അവഗണനയിൽ നിന്നും അവൻ ലോകം അറിയുന്ന ഒരു ചിത്രകാരനായി വളർന്നു. മാധവൻ പിന്നീട് തന്റെ ഗ്രാമത്തിൽ ഒരു ആർട്ട് സ്കൂൾ സ്ഥാപിച്ചു. തന്റെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് സാഹചര്യങ്ങൾ മോശമായതുകൊണ്ട് സ്വപ്നങ്ങൾ ഉപേക്ഷിക്കരുതെന്ന് അവൻ യുവതലമുറയെ പഠിപ്പിച്ചു. പ്രതിസന്ധികളെ ധൈര്യത്തോടെ നേരിട്ടാൽ ഏത് ലക്ഷ്യവും നേടാൻ സാധിക്കുമെന്നതിന് അവൻ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു. ഗുണപാഠം: പ്രതിസന്ധികൾ ജീവിതത്തിന്റെ ഭാഗമാണ്. ലക്ഷ്യത്തിൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ കഠിനാധ്വാനത്തിലൂടെ